فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا فإن خفتم ഇനി നിങ്ങൾ ഭയന്നാൽ അല്ലാ തഅദിലു നീതി കാണിക്കുകയില്ലെന്ന് ഭയന്നാൽ ഫവാഹിദതൻ ഏക സ്ത്രീയെ മാത്രം നിങ്ങൾ വിവാഹം കഴിക്കുക ഔ മാ മലകത് ഐമാനുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വലം കരങ്ങൾ ഉടമയാക്കിയ പെണ്ണുങ്ങളെ കൊണ്ട് മതിയാക്കുക ദാലിക അദ്നാ അല്ലാ തഊലു നിങ്ങൾ അക്രമം കാണിക്കാതിരിക്കുന്നതിലേക്ക് ഏറ്റവും അടുത്ത കാര്യം ഇതാണ്. ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ആയത്തിന്റെ 2ാം ഭാഗമാണ്. നിങ്ങൾ അനാഥരെ വിവാഹം കഴിച്ച് ആക്രമിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിവാഹം കഴിക്കരുത്, സനാഥരെ വിവാഹം കഴിക്കണം. അവരെ നിങ്ങൾക്ക് ആവശ്യഘട്ടങ്ങളിൽ 2, 3, 4 വരെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. ഇതിനെപ്പറ്റി പറയപ്പെട്ട ഇത് അനുവാദമാണ്, ഒരിക്കലും പ്രേരണയല്ല. ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മറ്റൊരു കാര്യമാണ് പറയുന്നത് ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ നീതി എന്ന് പറയുന്ന ഒരു ഗൗരവമായ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ്. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ നിങ്ങൾക്ക് നീതി കാണിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരികയും ചെയ്താൽ 2, 3, 4 വിവാഹം കഴിച്ചുകൊള്ളിൻ. നീതി കാണിക്കുകയില്ലെന്ന് ഭയം വന്നാൽ നിങ്ങൾ ഒന്നുകൊണ്ട് മതിയാക്കണം. നീതി ഇതും ധാരാളം ആളുകൾ തെറ്റിദ്ധരിച്ചൊരു വാക്കാണ്. നീതി എന്ന് പറയുമ്പോൾ ന്യൂഡൽഹിയിലേക്കും തിരുവനന്തപുരത്തേക്കും ചിന്തകൾ പറക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ വാപ്പയുമായി വഴക്കുണ്ടാക്കുമ്പോൾ താങ്കൾ നീതി കാണിക്കണം. നീതിയുടെ ആശയം നമ്മൾ നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരോടുള്ള കടമകൾ നിർവഹിക്കുക. ഞാൻ നിങ്ങളോടുള്ള കടമ നിർവഹിക്കുന്നു, ഞാൻ നീതിമാനാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തോടുള്ള കടമകൾ നിർവഹിക്കുന്നു, നിങ്ങൾ നീതിമാന്മാരാണ്. ഒരു ഉടമ അടിമയോടുള്ള കടമകൾ പാലിക്കുന്നു, അദ്ദേഹം നീതിമാനാണ്. അടിമ ഉടമയോടുള്ള കടമ പാലിക്കുന്നു, അദ്ദേഹം നീതിമാനാണ്. കടമകൾ പാലിക്കൽ, സ്ത്രീകളോടുള്ള കടമകൾ പാലിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ 2, 3, 4 വിവാഹം കഴിച്ചുകൊള്ളിൻ. ഉറപ്പില്ല എങ്കിൽ ഒന്നുകൊണ്ട് മതിയാക്കണം. സ്ത്രീകളോടുള്ള കടമകൾ എന്തെല്ലാമാണ്? പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് തയ്യാറാക്കപ്പെട്ട നിക്കാഹിനാമ വിവാഹത്തിന്റെ പ്രസ്താവനയിൽ സ്ത്രീകളോടുള്ള കടമകളെപ്പറ്റി പറയുന്നുണ്ട്. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിം ഭർത്താവ് എന്ന രചനയിലൂടെ ഭർത്താക്കന്മാരുടെ കർത്തവ്യത്തെപ്പറ്റി പേടിപ്പിക്കുന്നുണ്ട് അതീവ ഗൗരവത്തിൽ. ഭാര്യയോടുള്ള കടമകൾ, വേറൊരു വിവാഹം കഴിച്ച് അവരോടുള്ള കടമകൾ പാലിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, നിങ്ങൾ വിവാഹം കഴിക്കും. ബഹുഭാര്യത്വം സ്വീകരിക്കാവുന്നതാണ്. അതിന് മഹാന്മാരിലേക്ക് മടങ്ങണം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിവാഹം കഴിച്ചു, മുഴുവൻ ആൾക്കാരോടുമുള്ള കടമകൾ പാലിച്ചു. എന്നിട്ടും തങ്ങൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. മഹാന്മാരായ സഹാബികൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അന്നും ഇന്നും ബഹുഭാര്യത്വം സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ നീതി കാണിച്ചുകൊണ്ട്. ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുറിയിൽ ത്രാസ് വെച്ചിരുന്നു. ആരെങ്കിലും ഹദിയ തരുമ്പോൾ അളന്ന് 2ആയിട്ട് മുറിച്ച് ഓരോ ഭാര്യമാർക്കും കൊടുക്കുമായിരുന്നു. ഇതൊക്കെ എവിടെ നടക്കാനാണ്? ആളുകൾക്ക് വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ സുന്നത്തിനോട് ഭയങ്കര താല്പര്യമാണ്. ആദരവായ റസൂൽ പലത് കെട്ടി കെട്ടണം, സഹാബാക്കൾ പലത് കെട്ടി കെട്ടണം. പക്ഷെ അവർ കെട്ടേണ്ടതുപോലെ കെട്ടി അതിൽ നിന്ന് എല്ലാവരും പതുക്കെ പുറകിലോട്ട് വരും.
ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി വേറെ പോയി കല്യാണം കഴിച്ച് ഒന്നാമത്തെ ഭാര്യ ഒന്നുമല്ലാത്ത കോലത്തിലിടുന്നത് അക്രമമാണ്. ബഹുഭാര്യത്വത്തിന്റെ സുന്നത്തല്ല നിങ്ങൾ കാണിച്ചത്. ഇസ്ലാമിന്റെ അനുഗ്രഹീതമായ വചനത്തെ നിങ്ങൾ വികൃതമാക്കിയാണ് ചെയ്യുന്നത്. فَإِنْ خِفْتُمْ أَلَّا تَعْدِلُوا فَوَاحِدَةً നിങ്ങൾക്ക് പേടിയുണ്ട് ഞാൻ നീതി കാണിക്കുകയില്ലെന്ന് ഉറപ്പല്ല, പേടിയുണ്ട്. ഒരാളോടുള്ള കടമ പോലും പാലിക്കുന്നില്ല, അപ്പോഴാണ് 4 പേരോടുള്ള കടമകൾ പാലിക്കാൻ വേണ്ടി കെട്ടിക്കെട്ടി പുറപ്പെടാൻ പോകുന്നത്. എവിടെ കാണിക്കാനാ? ഒന്നാമത്തെ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറി സ്ത്രീകളുടെ അവസ്ഥകളൊക്കെ ശരിക്കും പഠിച്ച് സാഹചര്യങ്ങളെ നന്നായി തിരിച്ചറിഞ്ഞ് നിങ്ങൾ പടച്ചവന്റെ സന്നിധിയിൽ പടച്ചവരുമായി ഇസ്തിഖാറ നമസ്കരിച്ച് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് വിവാഹം കഴിക്കും. ചിലർ വിവാഹം കഴിക്കും, മരണം വരെയും അറിയത്തേയില്ല, മരിച്ചു കഴിഞ്ഞിട്ടാണ് ഓരോന്ന് പുതുതായിട്ട് പൊന്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് വേറെ ഓരോ സ്ഥലങ്ങളിൽ പോയി വിവാഹം കഴിക്കും. അതിനുശേഷം പിന്നീട് വലിയ വഴക്കുകൾ നടക്കും. ഒരിക്കലും പാടില്ല, ഇസ്ലാം അനുവദിക്കുന്നുമില്ല. فَإِنْ خِفْتُمْ أَلَّا تَعْدِلُوا فَوَاحِدَةً പലത് കെട്ടൽ മാത്രമല്ല സുന്നത്ത്, ആ പെണ്ണുങ്ങളോടുള്ള കടമകൾ പാലിക്കൽ അതിനേക്കാളും പ്രധാനപ്പെട്ട സുന്നത്താണ്. നിങ്ങൾക്ക് നീതി കാണിക്കാൻ പറ്റുകയില്ലെന്ന് പേടിയുണ്ടെങ്കിൽ ഒന്നിനെ കൊണ്ട് നിങ്ങൾ മതിയാക്കണം. ഔ മാ മലകത് ഐമാനുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയ സ്ത്രീകളെ കൊണ്ട് മതിയാക്കണം. അടിമത്വ സമ്പ്രദായം ഇസ്ലാമിനെ പറ്റിയുള്ള വലിയൊരു ആരോപണമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ നാളുകളിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ അടിമത്വ സമ്പ്രദായമുണ്ടായിരുന്നു. ഇസ്ലാം അതിനോട് യോജിച്ച നിലയിൽ തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് അടിമത്വ സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. മുസ്ലിമീങ്ങളും അതിൽ നിന്ന് പരിപൂർണമായി പിൻവലിയുകയുണ്ടായി. എന്നാലും നമ്മൾ അടിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം അടിമത്വ സമ്പ്രദായത്തെ അന്നത്തെ സാഹചര്യത്തിൽ അനുവദിച്ചെങ്കിലും അടിമകൾക്ക് സ്വതന്ത്രർക്ക് നൽകപ്പെട്ടതുപോലെയുള്ള സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഈ വാക്കിൽ തന്നെ ശ്രദ്ധിക്കും. ഔമാ മലക്കത്ത് ഐമാനുക്കും, അടിമകളെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയവർ. വലത് കൈ കൊണ്ട് ഖുർആൻ എടുക്കും, രചനകൾ എടുക്കും, പിതാവിന് സേവനം ചെയ്യും, മാതാവിന് സേവനം ചെയ്യും. നിങ്ങൾ ദാനധർമ്മം കൊടുക്കും, ദാനധർമ്മം ഏറ്റുവാങ്ങും. ഇതിനാണ് വലങ്കൈ. നിങ്ങളുമായിട്ട് അടുപ്പത്തെയാണ് അറിയിക്കുന്നത്. പടച്ചവൻ നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കി തന്നിരിക്കുന്നതായ അടിമകൾ, ഇതുതന്നെ മഹത്വത്തിന് അടയാളമാണ്. 1. 2, അടിമകളെ വിവാഹം കഴിക്കുന്ന 2 രീതിയിലാണ്. 1, ഏറ്റവും ഉയർന്ന രീതി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതി, അടിമയെ മോചിപ്പിക്കും, എന്നിട്ട് അവരെ വിവാഹം കഴിക്കും. സഫിയ റളിയല്ലാഹു അൻഹയുടെ വിവാഹം പഠിക്കേണ്ടതാണ്. ഇന്ന് ചിലർ പരിഹസിക്കുന്നുണ്ട്. ഗ്രന്ഥമിറങ്ങിയിട്ടുണ്ട്, മുസ്തഫ തൻവീറിന്റെ പുസ്തകമുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹയുടെ വിവാഹം മാനവികതയുടെ ഉദാത്ത ദർശനം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അടിമത്ത മോചനം ചെയ്തു. അടിമയായിട്ട് വന്നത് അടിമത്ത മോചനം ചെയ്തു. എന്നിട്ട് വിവാഹം കഴിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതും അങ്ങനെയാണ്. 3 കൂട്ടം ആളുകൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. അതിലൊന്ന്, ഒരാളുടെ അടിമസ്ത്രീയെ വളർത്തി ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു, മര്യാദകൾ മനസ്സിലാക്കി കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു, എന്നിട്ട് അവരെ മോചിപ്പിച്ച് വിവാഹം കഴിച്ചു. ഏറ്റവും ഉയർന്നവർ, ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 1. രണ്ടാമത്തെ, അടിമസ്ത്രീകളെ വിവാഹം കഴിക്കുകയില്ല. എനിക്ക് അടിമസ്ത്രീയുണ്ട്, ഞാൻ അവരുമായി ശാരീരിക ബന്ധം പുലർത്തും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ശാരീരിക ബന്ധം പുലർത്തി മക്കളുണ്ടായിക്കഴിഞ്ഞാൽ അവരെപ്പറ്റി പറയുന്നു ഉമ്മ വലുതെന്നാണ്. എന്റെ മരണത്തിന് ശേഷം അവർ സ്വതന്ത്രയായിത്തീരും. ഞാൻ സ്വതന്ത്രയാക്കിയില്ലെങ്കിലും എന്റെ മരണത്തിന് ശേഷം അവർ സ്വതന്ത്രയായിട്ട് മാറും. ഇസ്ലാം അടിമകൾക്ക് ഉന്നത സ്ഥാനമാണ് കൊടുത്തത്.
ഔ മാ മലകത് ഐമാനുകും, നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയ ആളുകളെ കൊണ്ട് നിങ്ങൾ മതിയാക്കണം. ذَلِكَ أَدْنَىٰ أَلَّا تَعُولُوا, മേൽപ്പറയപ്പെട്ട കാര്യം ഒന്നുകൊണ്ട് മതിയാക്കൽ. നീതി കാണിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 4 മാത്രം വിവാഹം കഴിക്കൽ അത് അക്രമം കാണിക്കാതിരിക്കുന്നതിലേക്ക് ഏറ്റവും അടുത്ത കാര്യമാകുന്നു. നിങ്ങളിൽ നിന്നും അക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഒരു മനുഷ്യൻ കുറേ നന്മകൾ ചെയ്തു, അക്രമത്തിന് അംശമുണ്ടെങ്കിൽ ആൾ അപകടത്തിലാണ്. ഒരാൾ വലിയ നന്മയൊന്നും ചെയ്തില്ല, അക്രമമുണ്ടായിട്ടില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു, അക്രമങ്ങൾ ഉണ്ടായില്ല, വലിയ വിജയിയാണ്. അതുകൊണ്ട് അക്രമം നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നിങ്ങൾ വിവാഹത്തിലൂടെ അക്രമങ്ങൾ കാണിക്കാൻ പാടില്ല. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നീട് അവസാനമായി മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ മൗലാ ഖാലിദ് സൈഫുല്ലാ റഹ്മാനി പ്രത്യേകം പറയുന്നുണ്ട്. മുസ്ലിം വ്യക്തി നിയമങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾക്ക് ഒന്നാന്തരം ലളിതമായ ഭാഷയിൽ മൗലാന അവറുകൾ മറുപടി പറയാം. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ വളരെ ലളിതമായി പറയുന്നു. ഇസ്ലാം ബഹുഭാര്യത്വത്തെ അംഗീകരിച്ചു. ഈ ബഹുഭാര്യത്വത്തെ നിഷേധിക്കുന്ന ആളുകൾ ബഹുവേശ്യത്വത്തെ അംഗീകരിക്കുന്നില്ലേ? ലോകം മുഴുവനും ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു വ്യക്തിയുടെ ഭാര്യ മനസ്സമ്മതത്തോടുകൂടി മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടൽ നിയമപരമായിട്ട് അനുവദനീയമാണ്. എത്ര വലിയ ക്രൂരത! ഈ സമയത്ത് ഒരാൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവരുമായി ബന്ധപ്പെടുന്നത് അതിനെന്ത് അനീതി എന്ന് പറയാൻ സാധിക്കും? അതുകൊണ്ട് ബഹുഭാര്യത്വം ഇത് മാനവ ജീവിതത്തിന്റെ ഒരു ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന ഇതായിരിക്കും. ഇന്ന് പാശ്ചാത്യ ലോകത്ത് അതാവുള്ള ബഹുഭാര്യത്വം ഇല്ല, ബഹുവേശ്യത്വമുണ്ട്. ഒരാളെപ്പോലും വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹത്തിന്റെ പരമലക്ഷ്യമായ ശാരീരിക ബന്ധം 100 കണക്കിന് ആളുകളുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനമായി മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നിയമപരമായ ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും വളരെ പിന്നിലാണ്. ഇതര സമുദായ അംഗങ്ങളാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത്. മുസ്ലിമീങ്ങൾ താരതമ്യം അതിന് ഏറ്റവും എളുപ്പമായ വഴി പറയുകയുണ്ടായി. നമ്മളുടെ ഇടയിലേക്ക് നോക്കി ബഹുഭാര്യത്വമുള്ളവർ വളരെ കുറവായിരിക്കും. ആ ഉള്ളവരെ തന്നെ 2 വിഭാഗമാക്കി മാറ്റാം. ഒരു കൂട്ടം ആളുകൾ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങേയറ്റം നീതി കാണിച്ചുകൊണ്ട് വിവാഹം കഴിച്ചവർ. അള്ളാഹു എല്ലാവരെയും അങ്ങനെ ആക്കുമാറാകട്ടെ. അവർ നമ്മൾ ന്യായീകരിക്കും, നമ്മൾ ആൾക്കാരാണവർ. വേറൊരു കൂട്ടം ആളുകളുണ്ട് ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി, അമ്മായിയപ്പനുമായിട്ട് വഴക്കുണ്ടാക്കി, എന്നിട്ട് വേറൊരുത്തർ രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ പിന്തുണയ്ക്കേണ്ട, ന്യായീകരിക്കേണ്ട ഒരു ഗതികേടും സമുദായത്തിനില്ല. നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വളരെ വ്യക്തമായി പറയുകയാണ്. ന്യായമായ കാരണത്തിന്റെ പേരിൽ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിച്ചാലോചിച്ച് വളരെ പഠനം നടത്തി അള്ളാഹുവിന്റെ നാമത്തിൽ ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പഠിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെ ജീവിതത്തിനും ബർക്കത്ത് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ളവർ തുലവും കുറവാണ്. അതേസമയത്ത് ബഹുഭാര്യത്വം തന്നെ നടത്തുന്ന ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള പ്രധാന വിഭാഗമായ മലമ്പ്രദേശത്തും മറ്റ് ഗിരിവർഗക്കാരായ സഹോദരങ്ങൾ ബഹുഭാര്യത്വം ഇന്ന് വ്യാപകമാണ് അവർക്കിടയിൽ. ഒരു സഹോദരി PhD പ്രബന്ധം തയ്യാറാക്കി, ഷാഹിസ്ത പർവീൻ, അവർ ഈ വിഷയത്തിൽ രേഖകൾ സഹിതം ഇന്ത്യയിലുള്ള ഗവൺമെന്റ് രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് ബഹുഭാര്യത്വം മുസ്ലിം സമുദായത്തിൽ കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളിൻ. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.